വിഴിഞ്ഞം കരാർ 2014 ഉമ്മൻചാണ്ടിയാണ് ഒപ്പിട്ടതെന്നും 2016 പ്രകടന പത്രികയിൽ തന്നെ LDF നിലപാട് വ്യക്തമാക്കിയിരുന്നുവെന്നും തോമസ് ഐസക് പറഞ്ഞു. വിഷയത്തിൽ കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. UDF-ൽ പോലും തീരുമാനിക്കാതെയാണ് ഓഹരി കൈമാറ്റം നടന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു. ഇത് മാറ്റിയത് ഉമ്മൻചാണ്ടിയാണ്. കരാർ ഒപ്പിട്ടത് LDF അല്ല. ഞങ്ങളതിനെ കടൽക്കൊള്ളെന്ന് വിളിച്ചു. കാരണം എന്ന് കഴിഞ്ഞാലേ പണം നമ്മൾ മുടക്കണം. 2014 അപ്പോൾ നമ്മൾ കടൽക്കൊള്ളെന്ന് വിളിക്കാൻ കാരണം എന്താ? പണം മുടക്കുന്നത് കേരള സർക്കാർ 70% പണം. പക്ഷേ 30 വർഷത്തേക്ക് അതിൽ നിന്ന് ഒരു നേട്ടവും ലാഭവിഹിതവും സംസ്ഥാന സർക്കാരിന് കിട്ടില്ല. റഷീദ് ബിൻ മുഹമ്മദ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നൽകാൻ. റഷീദ്, എന്താണ് വിഴിഞ്ഞത്തെക്കുറിച്ച് തോമസ് ഐസക്കിന് പറയാനുള്ളത്? വിനിഷ, വിഴിഞ്ഞ വിവാദവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ വിവാദം പുകയുന്നതിനിടയിലാണ് കോൺഗ്രസിനെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളുമായി തോമസ് ഐസക് രംഗത്തെത്തിയിരിക്കുന്നത്. 2014 ഉമ്മൻചാണ്ടിയാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഒപ്പിട്ടത്. 2016 LDF സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ പദ്ധതിയും ഈ കരാറുമായി ബന്ധപ്പെട്ട ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ അത് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കത്തിൽ തന്നെയായിരുന്നു CPM അതോടൊപ്പം തന്നെ LDF സർക്കാരും ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കൊള്ള പൂർണ്ണമായും ഇപ്പോൾ വലിയ തോതിലേക്ക് വന്നിരിക്കുന്നത് സർക്കാർ മാറിയതിനു ശേഷമാണ്. അതായത് മുഖ്യമന്ത്രി VD സതീശൻ അധികാരമേറ്റതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള കൊള്ളയുടെ വലിപ്പം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പുറത്തു വന്നിരിക്കുന്നത്. ഈ കോൺഗ്രസിനകത്ത് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാതെയായിരുന്നു ഈ ഓഹരി കൈമാറ്റം MSCക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ സഞ്ചരിച്ചതുമായി ബന്ധപ്പെട്ട ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഇത്തരം ചർച്ചകൾ നേരത്തെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ ഈ വിവാദവുമായി ബന്ധപ്പെട്ട ഭിന്ന അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് തോമസ് ഐസക് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദാനിയുടെ കാര്യത്തിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിന് രണ്ട് അഭിപ്രായങ്ങളാണ് ഉള്ളത്. അതായത് ദേശീയ തലത്തിൽ അദാനിക്ക് എതിരെയാണ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും. പക്ഷേ സംസ്ഥാനത്തെ കാര്യങ്ങൾ എടുക്കുമ്പോൾ അത് അദാനിയെയും അദാനിയുടെ കമ്പനിയെയും പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് ഈ ഇരു നേതാക്കൾക്കുമുള്ളത്. അങ്ങനെ ഭിന്നാഭിപ്രായമുള്ളത് കോൺഗ്രസിലാണ്. CPM-ന് ഏതെങ്കിലും തരത്തിൽ നയപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇല്ല. അതോടൊപ്പം തന്നെ ഈ CPM-ന്റെ നേതാക്കൾ പങ്കുവെക്കുന്ന അഭിപ്രായങ്ങൾ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ്, അത് നയപരമായിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ CPM നേതാക്കളിൽ ഭിന്നത ഉണ്ട് എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് തോമസ് ഐസക് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അത് CPM-ന്റെയോ അല്ലെങ്കിൽ മുൻ സർക്കാരിന് പിണറായി സർക്കാരിന് തലയിലേക്ക് ഇട്ട തടി തപ്പാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് ഉണ്ട്. പക്ഷെ അത് അനുവദിക്കാനാകില്ല. എങ്ങനെയാണ് ഈ 49% ഓഹരി MSC കമ്പനിക്ക് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നത്, അതിൽ വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രി VD സതീശനാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തോമസ് ഐസക് വ്യക്തമാക്കുന്നത്. ശരി റഷീദ.